സോഷ്യൽ മീഡിയ സ്റ്റാർ സെയിം കാറ്റഗറിയിലുള്ള അവാർഡാണ്. അപ്പോ ആ കാറ്റഗറിയിലുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ അവാർഡ് നൽകുന്നതിനായിട്ട് മെർസിലസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോസഫ് എം കടമ്പക്കാട്ടിലിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. സർ പ്ലീസ്. നമുക്ക് മെർസിലസ് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് തീർച്ചയായും ധ്യാനം GP ചേർന്ന് ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹോപഹാരം അമൃത ടിവിയുടെ പേരിൽ. അഗൈൻ ഈ വ്യക്തിയും ഇതുപോലെയാണ്, താരമാണ്, ടെലിവിഷൻ അവതാരകനാണ്, അതിനോടൊപ്പം സിനിമാ നടനാണ്. ഇത് മാത്രമല്ല, അദ്ദേഹവും വൈഫുമായിട്ട് ചേർന്ന് ചെയ്യുന്ന പല വീഡിയോസും സൂപ്പർ വൈറലാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോസിന് കിട്ടുന്ന ലൈക്ക് മാത്രം എടുത്താൽ തന്നെ എത്ര വലിയ താരമാണ് അദ്ദേഹം എന്ന് മനസ്സിലാവും. നിറഞ്ഞ കൈഡിയോടുകൂടി ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ജീവയ്ക്കാണ്. വീഡിയോ പ്ലീസ്. ടെലിവിഷൻ സ്ക്രീനുകളിലും ഡിജിറ്റൽ ലോകത്തും ഒരുപോലെ മാജിക് സൃഷ്ടിച്ച താരം, സ്വതസിദ്ധമായ കോമഡി കലർന്ന വാചകമടി കൊണ്ട് പ്രേക്ഷകനിലേക്ക് പാലം പണിയുന്ന ഈ യുവ അവതാരകന് മോഡൽ, സിനിമാ താരം തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ കൂടിയുണ്ട്. മലയാളികൾ നെഞ്ചിലേറ്റിയ നിരവധി റിയാലിറ്റി ഷോകളുടെയും അവാർഡ് നൈറ്റുകളുടെയും മുഖമായിരുന്ന ഈ യുവ പ്രതിഭ രസകരമായ റീലുകളിലൂടെയും ട്രെൻഡി കണ്ടന്റുകളിലൂടെയും കുറഞ്ഞ കാലം കൊണ്ട് ഡിജിറ്റൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടി. പേഴ്സണൽ വ്ലോഗുകളിലൂടെയും ഫാമിലി വീഡിയോകളിലൂടെയും ആരാധകരെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജീവ ജോസഫിന് അമൃത TV സമ്മാനിക്കുന്നു സോഷ്യൽ മീഡിയ സ്റ്റാർ അവാർഡ് 2025. Please put your hands together and welcome Jiva onto the stage. നമുക്ക് ആദ്യം അവാർഡിലേക്ക് കിടക്കാം. അവാർഡ് ബൈ ധ്യാൻ. ക്യാഷ് അവാർഡ് നൽകുന്നത് ജോസഫ് സാർ ആയിരിക്കും. മെർസിലസിന്റെ ജോസഫ് സാർ ആയിരിക്കും ക്യാഷ് അവാർഡ്. ഒത്തിരി സന്തോഷം. കാര്യം ഇടവും വലവും 2 സീനിയേഴ്സാണ് നിൽക്കുന്നത്. ഇവരുടെ ആങ്കറിങ് സ്റ്റൈലൊക്കെ കണ്ട് ഒരിക്കലും ആങ്കർ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. GP കാരും കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. കുറച്ച് നാളായിട്ട് GP കാരുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് GP കാരുവിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഞാൻ. GP കാര് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ആക്സിഡൻ്റൽ ആങ്കറാണ്. സിനിമയെന്ന് പറയുന്ന സ്വപ്നമായിട്ട് പോകുന്ന വഴിക്ക് ആരോ പിടിച്ചു കയറ്റിയതാണ് ചാനലിലേക്ക്. വർക്ക് ചെയ്ത ചാനലിൽ നിന്നൊന്നും കിട്ടാത്ത റെക്കഗ്നിഷനാണ് അമൃത TV തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്കൊന്ന് യൂട്യൂബ് വീഡിയോ ആ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് നിന്റെ വ്ളോഗ്സൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് സിനിമയിലേക്ക് വിളിക്കുന്നത് ധ്യാൻ ചേട്ടനാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒത്തിരി 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 സന്തോഷം. ആപ് കൈസേ എന്ന് പറഞ്ഞ സിനിമ എനിക്കൊന്ന് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോ കാണും, പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ധ്യാൻ ചേട്ടൻ അങ്ങനെയല്ല. വീഡിയോസ് കണ്ടാൽ കണ്ടെന്ന് പറയും. അത് നീ അന്ന് അവിടെ പോയി ഇന്ന സമയത്ത് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് നീ എങ്ങോട്ടാ പോയെ, അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞതിൽ വലിയ അതിശയമൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ധ്യാൻ ചേട്ടൻ. അറിയുന്നവനാണ് ജീവയുടെ യഥാർത്ഥ പേര് അഖിൽ. ഈ ഇടയ്ക്കല്ല, കുറെ നാളായി. എവിടെ പോയാലും ഇവൻ ജീവിക്കും. അതിൽ നമുക്ക് ടെൻഷനില്ല. എവിടെ പോയാലും ഒരു 4 കാലിൽ വീഴുന്ന ചില ആൾക്കാരുണ്ടല്ലോ. GPക്ക് പോലും ചിലപ്പോ പതറും. നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് 20 അടി നടന്ന് അവിടെ നടുക്ക് ചെന്നൊന്ന് പോസ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, റെഡി? കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദി അവാർഡ് രണ്ടുപേർക്കും. ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ.